friends, this is the Rubiks cube. Guys, this is the Purtia. I am the Thank you, bro. Ashifan, guys. You can see video movie. You can see the video. Then, guys, only you can see this. Video. Just subscribe button and bell icon press it and upload videos notification. Let's go. Full supporting Hi friends, തുടക്കായിട്ട് ഞാൻ പറയുന്നത് ഇത് ചെയ്യണമെങ്കിൽ സാധാ ഞാൻ തിരിക്കുന്ന പോലെ ചെയ്തിട്ട് കാര്യമില്ല. ഇതിനുള്ള കുറേ ടിപ്സ് പഠിക്കാനുണ്ട്. ഫേസ് ക്ലോക്ക്, ഫേസ് ആൻറ്റി ക്ലോക്ക്, ഫേസ് ആൻറ്റി ക്ലോക്ക്, റൈറ്റ് ക്ലോക്ക്, ഇത് റൈറ്റ് ആൻറ്റി ക്ലോക്ക്, left anti-clock, the left clock, up clock, up anti-clock, back clock. So any video like kadakam up start ചെയ്യാമക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ ഒരു വൈറ്റ് കളർ എടുക്കും. വൈറ്റ് ആകുമ്പോൾ കുറച്ച് ഇതല്ലേ, വൈറ്റ് കളർ എടുത്തതിനേക്ക് വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് യെല്ലോ. തുടങ്ങുന്നതിന് മുമ്പ് വേറെ ഒന്നും കൂടി ശ്രദ്ധിക്കണം, ഇത് പൊട്ടിയ ക്യൂബ് ആകാൻ പാടില്ല. അതാകുമ്പോൾ ഫുൾ കിട്ടാൻ സാധ്യതയില്ല. പൊട്ടിയിട്ട് ശരിയാക്കാൻ പാടില്ല, നല്ല ക്യൂബ് തന്നെ ആയിരിക്കണം. സോ പച്ചൻ്റെ ഓപ്പോസിറ്റ് എപ്പം ബ്ലൂ ആയിരിക്കും, ഓറഞ്ചിൻ്റെ ഓപ്പോസിറ്റ് എപ്പം റെഡ് ആയിരിക്കും, വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് എപ്പം യെല്ലോ ആയിരിക്കും. അപ്പോൾ വൈറ്റ് എടുത്ത് വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് കളർ എടുക്കാം, യെല്ലോൻ്റെ അടുത്ത് വൈറ്റിനെ കൊണ്ടുവരാം. ഇതാ ഇപ്പോൾ ഒരു വൈറ്റിനെ യെല്ലോൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഇതാ വൈറ്റ് കൊണ്ടുവന്നു. വൈറ്റിൻ്റെ ഈ സെൻറ്ററിൽ വരുന്ന കളേഴ്സാണ്, വൈറ്റിൻ്റെ സെൻറ്ററിൽ വരുന്ന ഈ കളേഴ്സാണ് നമ്മൾ നേരെ യെല്ലോയിലേക്ക് കൊണ്ടുവരേണ്ടത്. സോ രണ്ട് കളർ ഞാൻ കൊണ്ടുവന്നു. മൂന്നാമത്തെ കളർ ഇവിടെ എവിടെ കൊണ്ടുവന്ന് നോക്കാം. ഇതാ ഇവിടെ ഒരു കളറുണ്ട്. സോ അത് യെല്ലോയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എങ്ങനെങ്കിലും യെല്ലോയിലേക്ക് കൊണ്ടുവരാം. യെല്ലോയിലേക്ക് ഇപ്പോൾ 3 കളറായി. സോ അടുത്ത കളറ് ഇതാ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ യെല്ലോയിൽ 4 കളറായി, പ്ലസ് മാതിരായി. അപ്പം ഇത് നോക്കാം. ജോയിൻ്റ് ഇത് രണ്ടും ജോയിൻ്റ് ആണ്. സോ ഇവിടെ തെറ്റ് പറ്റി നമുക്ക്. ഇവിടെ വന്ന ഈ വൈറ്റിൻ്റെ ഇവിടെ വന്ന വൈറ്റിൻ്റെ പച്ച കളറ്, പച്ചക്ക് നേരെ പച്ചയാണ് വരേണ്ടത്. അപ്പം ഇത് ഇവിടെയും ഇത് ഇവിടെയാണ് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെ ആക്കാം. ഇതിവിടെ ആക്കിയിട്ട് ഇത് ഇവിടുന്ന് പൊന്തിക്കുക. സോ അതാക്കാൻ അത്രക്കും പണിയില്ലല്ലോ, അത് നിങ്ങൾ തന്നെ സ്വയമാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഇവിടെ പ്ലസ് കിട്ടി. ഇത് കളർ ഓറഞ്ച്, ബ്ലൂ, റെഡ്, ഗ്രീൻ. ഇനി ഈ കളറെല്ലാം നേരെ വൈറ്റിലേക്ക് കൊണ്ടുവരണം. സോ വൈറ്റ് പ്ലസ് ആവൂലേ, വൈറ്റിലേക്ക് ഒരു കളർ കൊണ്ടുവന്നു, ജോയിൻ്റ് ആയില്ലേ. ഇതാ ഈ കളർ നേരെ എടുത്ത് വൈറ്റിൻ്റെ അടുത്തുണ്ട്. 2 കളർ കൊണ്ടുവന്നു. ഇത് നേരെ എടുത്ത് ഇവിടെ കൊണ്ടുവരും. 3 കളർ കൊണ്ടുവന്നു. 4ാമത്തെ കളറും കൊണ്ടുവന്നു. സോ ഇവിടെ ഫിലിപ്പായ. സോ അടുത്തതായി ചെയ്യേണ്ടത് പ്ലസ് കിട്ടി. ഇനി ഈ മൂലയിലെ കംപ്ലീറ്റ് ആക്കാം. അത്രക്കെല്ലാം പണിയുണ്ടാവും. ഒരു കളറാക്കാൻ അറിയുന്ന ഏത് മരമോടനെയും അതാക്കാൻ കഴിയും.
അതിനായി നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് വൈറ്റ് ഇതെവിടെ കൊണ്ടുവന്നാൽ ശരിയാവും. സോ ഈ വൈറ്റിൻ്റെ പിന്നിൽ ഏത് കളറാണെന്ന് നോക്കണം. ചുവപ്പാണ്. ഇപ്പോൾ ചോപ്പിൻ്റെ അടുത്തേക്ക് ഇത് കൊണ്ടുപോവാം. ചുവപ്പും ആയില്ലേ? ചുവപ്പുമായി. ഇപ്പോൾ ഇവിടെ വള്ളിയും കൊണ്ടുവരാം. അപ്പോൾ ഇത് ലെഫ്റ്റിലേക്ക് തിരിച്ചാൽ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ തിരിച്ചാൽ മുകളിൽ നിന്ന് ഇത് തിരിച്ചാൽ അവസാനം വേറെ സ്ഥലത്തെത്തി. അവിടേക്ക് തിരിക്കാൻ പാടില്ല. അപ്പോൾ ഇവിടേക്ക് തിരിച്ച് അത് കൊണ്ടുപോകാതെ ഇവിടെ ആക്കിയിട്ട് മേലോട്ട് കൊണ്ടുപോകാം. ഇവിടെ ഫില്ലായില്ലേ? ഷേപ്പ് കിട്ടി. ഇനി അടുത്ത ഈ കളറാണ് കൊണ്ടുപോകേണ്ടത്. ഇനി ബ്ലൂ ആണ്. ബ്ലൂവിൻ്റെ ഏരിയയിലെത്തി. വൈറ്റ് ഇതിവിടേക്കാണ് ഉണ്ടത്. സോ ഇത് മാച്ചായിട്ട് കൊണ്ടുപോകും. ഓക്കെ, ക്രൈൻ 2 കളറേ ഫില്ലപ്പ് ചെയ്യാനുള്ളൂ. സോ അടിയിൽ ഒരു കളറും കൂടി ഉണ്ട്, പച്ച ഗ്രീനായിട്ടാണ് മാച്ച്. ഗ്രീൻ്റെ ഇവിടെ എത്തി. സോ ഇത് ഇവിടെയാണ് പോകേണ്ടത്. സോ ഗ്രീനും മാച്ചായിട്ടല്ലേ. അപ്പം ഇത് ഇവിടെ എത്തും, വൈറ്റ് ഇവിടെ എത്തുമ്പോൾ ഗ്രീൻ ഫില്ലപ്പ് ആവും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഈ സാധനം ഞാൻ പറയാതെ കേൾക്കാതെ ഒരു കളർ മാത്രം ആക്കിയിട്ട് കാര്യമില്ല. ഈ കളറാക്കുമ്പോൾ നമുക്ക് ഈ പെർഫെക്റ്റ് ആയിട്ടില്ലേ ഒരു ഇതായിരിക്കും കിട്ടുന്നത്. ഈ ഒരു കളറാക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഫസ്റ്റ് ലെയർ കൂടി കിട്ടണം. അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്ത ഫുൾ തെറ്റാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് വീഡിയോ ഫുൾ കണ്ടിട്ടേ നിങ്ങൾ ചെയ്യാവൂ. വൈറ്റ് ഗ്രീൻ ഇനി ചെയ്യേണ്ടത് ഫില്ലപ്പ് ആയിട്ടില്ല, ഒറ്റ കളർ ഇതിവിടെ കൊണ്ടുവരാം. ചുവപ്പായില്ലേ? സോ നമ്മളിവിടെ വൈറ്റ് ഫുൾ കംപ്ലീറ്റ് ആയിരിക്കുന്നു. വൈറ്റ് കംപ്ലീറ്റ് ആയത് കൂടെ ഫസ്റ്റ് ലെയർ ആയത് ഇതും എല്ലാം ഫസ്റ്റ് ലെയറായി കിട്ടി. ഒരു ടീ ഷേപ്പ് തന്നെ നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. സോ ഇത് കിട്ടുന്നവർ ഇതന്നെ നിങ്ങൾ ചെയ്യണം. ഇതന്നെ ചെയ്യണമെന്നല്ല, ഇങ്ങനെ കൊളാക്കിയിട്ട് ഒന്നും കൂടി ചെയ്യണം. നിങ്ങൾ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ചെയ്ത ഭൂലോക തെറ്റാണെന്നാണ് അർത്ഥം. സത്യം പറഞ്ഞു. ഈ ഷേപ്പ് കിട്ടിയാൽ ഇനി വേണ്ടത് ഇത് വിട്ടേക്ക്, ഇതവിടെ വിട്ടേക്ക്. ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെയുള്ളത് തല കുനിച്ച് പിടിക്കുക. ഇത് അടിയിലാക്കിയിട്ട് ഇങ്ങനെ പിടിക്കുക. ഇനി ഈ ഭാഗം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഈ ഭാഗം ഇനി ഇതായിട്ട് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്സ് ഇല്ല കുറേ, അതിലൂടെ ചെയ്യേണ്ടത്. ആ ടിപ്സിനായി ഇപ്പോൾ ഇവിടെ തരാം ഗൈസ്. ഇതാണ് ഇതിൻ്റെ ഇതിങ്ങ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. ഈ സാധനം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അപ് ടു ലെഫ്റ്റ് ആൻഡ് അപ് ടു റൈറ്റ് ആണിത്. ഈ നോട്ട് ചെയ്താൽ നല്ലതാണ്. ഇനി ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനി ഇത് കാണിക്കാൻ സാധ്യമില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൈറ്റ് കളറുമായി ഫസ്റ്റ് ലെയറും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ കുത്തനെ പിടിച്ചില്ലേ. ഇനി സെക്കൻഡ് ലെയർ എങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യാം. ഈ സെക്കൻഡ് ലെയർ നമുക്ക് വേണ്ട വേറെ ഒന്നും തെറ്റാൻ ഒന്നും പ്രശ്നമില്ല. പക്ഷെ വൈറ്റ് തെറ്റാൻ പാടില്ല. അപ്പം ഞാൻ നേരത്തെ കാണിച്ചെന്ന ആ ടിപ്പ് നോക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അതെന്തായാലും എഴുതി വെക്കുന്നത് നല്ലതാണ്. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. സോ മേലെ നിങ്ങൾക്ക് കളർ ഉണ്ടോയെന്ന് നോക്കാം. ഒരു റെഡും ഇതുമുണ്ട്. റെഡ് ഇവിടെ കൊണ്ടുവരാം നമുക്ക്. റെഡ് ഇവിടെ ഈ പച്ച ഇവിടേക്കാണ് കൊണ്ടുവരേണ്ടത്. ഇതിങ്ങനെ കൊണ്ടുവരാൻ കഴിയില്ല. എന്നൊരു ഇത് മിസ്സായിപ്പോയി പോകും. എന്തായാലും കൊണ്ടുവരാൻ കഴിയില്ല. ഇത് നമുക്ക് എവിടത്തേക്ക് എത്തിക്കണം. സോ എത്തിക്കാം. അതിനായി ഫസ്റ്റ് ചെയ്യേണ്ടത് യു ആൻറ്റി ക്ലോക്ക്, റൈറ്റ് ക്ലോക്ക്, യു ക്ലോക്ക്, റൈറ്റ് ആൻറ്റി ക്ലോക്ക്, U clock, face anti-clock, U anti-clock, face clock. സോ നോക്കൂ, ഈ പച്ച ഇവിടെ വന്നില്ലേ,
ഇവിടെ ഉണ്ടായ പച്ച ഇവിടെ എത്തി. അതുപോലെയാണ് റൈറ്റിൽ വരുന്ന എല്ലാം അതുപോലെ ഇങ്ങനെ ചെയ്യണം. റൈറ്റിൽ വരുന്ന എല്ലാം അതുപോലെയാണ് ചെയ്യേണ്ടത്. സോ റൈറ്റിൽ വരുന്നെല്ലാം ഒക്കെ ആയില്ലേ. ഇനി ലെഫ്റ്റിലേയും കൂടി ഞാൻ കാണിച്ചു തരും. അതിനുശേഷം ഞാൻ കാണിച്ചു തരില്ല. ഇതാ ലെഫ്റ്റിൽ വരേണ്ട ഇതാ ഓറഞ്ചും പച്ചയും. ഓറഞ്ചും പച്ചയും. ഈ ഓറഞ്ചും പച്ച അങ്ങനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം കൂടി കാണിച്ചു തരാം. യു അപ്പ് ക്ലോക്ക്, ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക്, ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക്, അപ്പ് ആൻറ്റി ക്ലോക്ക്, left clock, up anti-clock, face clock, up clock, face anti-clock. സോ ഇവിടെ ഉണ്ടായ ഓറഞ്ചും പച്ചയും ദേ ഇവിടെ എത്തിയില്ലേ. ഇനി ബാക്കിയിൽ എൻ്റെ ഇവിടെ കുറേ പാർട്സ് ഉണ്ട്. ഇത് രണ്ടെണ്ണം ഇല്ല എനിക്ക് ചെയ്യാൻ. നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല. സോ ഇത് ഞാൻ ചെയ്യുകയാണ്. സോ നിങ്ങൾക്ക് ഞാൻ ലെഫ്റ്റത്തെയും റൈറ്റത്തെയും പറഞ്ഞത് അതുപോലെ രണ്ട് സൈഡും ചെയ്യുക. അപ്പോൾ 2 layers കിട്ടും. സോ ഇത് ചെയ്യുക. അപ്പം ഇതാണ് അടുത്ത ഫോം. അപ്പ് ടു പ്ലസ്. ഇതാണ് ഇതിൻ്റെ FUR. ഇത് തെറ്റാണ്. യു ആൻറ്റി ക്ലോക്ക്, ആർ ആൻറ്റി ക്ലോക്ക്, എഫ് ആൻറ്റി ക്ലോക്ക്. ഈസിയാണ്. രണ്ട് ഓപ്പോസിറ്റ് ആൻറ്റി ആയിട്ടിട്ടാൽ മതി. അല്ല, ചെറിയ മാറ്റേ ഇല്ലൂ. UR അത്രേ ഇല്ലൂ. പിന്നെ ലാസ്റ്റ് എഫ്. ഓക്കെ, ഫസ്റ്റ് ആൻറ്റി ഇല്ല, സെക്കൻഡ് മുതൽ ആൻറ്റി ഉണ്ട്. സോ അതിലേക്ക് കടക്കാം. അപ്പോൾ 2 layers കിട്ടിയില്ലേ എല്ലാവർക്കും. ഇനി ഇതിലാണ് നമുക്ക് ഇത് ഫുള്ളാക്കണം. ഇതാ ഫുള്ളാക്കേണ്ടത്. ഇതൊന്നും ചേഞ്ച് ആവില്ല. ഡോണ്ട് വറി. ഞാൻ പറയുന്നത് ഇത് നോക്കി ചെയ്ത് നിങ്ങൾക്ക് ചേഞ്ച് ആവില്ല. അടുത്ത ചെയ്യേണ്ടത് ഫേസ് ക്ലോക്ക്, up clock, right clock, up anti clock, right anti clock, face anti clock. ഇവിടെ ഫുള്ളാണ്. ഇവിടെ ഒന്നും മാറ്റില്ല. പ്ലസ് എങ്ങനെയും കിട്ടുന്നില്ല. പ്ലസ് കിട്ടുന്നവർ ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം എനിക്കൊരു പ്ലസ് കിട്ടി. ഇതാ ഇവിടെ സൈഡിൽ കളർ വന്നതൊന്നും കുഴപ്പമില്ല കേട്ടോ. പ്ലസ് കിട്ടിയാൽ മതി നമുക്ക്. പ്ലസ് മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഞാൻ തരുന്ന ഇത് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു സൈഡ് പിടിച്ചിട്ട് ആക്കണം. സോ ഇതിങ്ങനെ പ്ലസ് കിട്ടിയാൽ ചെയ്യാം. ഒന്നും കൂടിയോ. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കളർ പിടിച്ചിട്ട് നമുക്ക് അടുത്തൊരു ഷേപ്പാണ് കിട്ടുന്നത്. ഈ പ്ലസ് കിട്ടിയതിന് ശേഷം ഒരു ഷേപ്പായിട്ട് കിട്ടണമെങ്കിൽ, ഇനി ഈ കളർ ഫുള്ളാവണമെങ്കിൽ ഞാൻ പറയുന്ന ടിപ്പ് ഇങ്ങനെ ചെയ്യണം. സോ അതിലേക്ക് കടക്കാം. ഇതാണ് അടുത്തത് ചെയ്യാൻ പോകുന്നത്. ആർ റൈറ്റ് ക്ലോക്ക്, അപ്പ് ക്ലോക്ക്, റൈറ്റ് ആൻറ്റി ക്ലോക്ക്, അപ്പ് ക്ലോക്ക്, റൈറ്റ് ക്ലോക്ക്, അപ്പ് ക്ലോക്ക് 2 times, റൈറ്റ് ആൻറ്റി ക്ലോക്ക്. ഇത് ചെയ്താൽ നമുക്ക് ആ കളർ ഫുള്ളാവും, ഉറപ്പാണ്. ഇത് എഴുതിയെടുത്തില്ല എല്ലാവരും ഒന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത ക്യൂബ് എങ്ങനെ തിരിക്കാൻ നോക്കാം. അപ്പോൾ ഇങ്ങനെയല്ല നമുക്ക് കിട്ടീനി. ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടില്ല. ഇപ്പോൾ ഒരു ടിപ്പ് വാങ്ങിച്ചു തന്നിട്ടില്ലേ, അത് നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. എന്താ റൈറ്റ് ക്ലോക്ക്, ഇവിടുന്ന് റൈറ്റ് ക്ലോക്ക്, അപ്പ് ക്ലോക്ക്, റൈറ്റ് ആൻറ്റി ക്ലോക്ക്, അപ്പ് ക്ലോക്ക്, right clock, up clock 2 times, right anti clock. ഇവിടെ ഒന്നും തെറ്റില്ല. ഇങ്ങനെ ആയി കിട്ടുമ്പോൾ നമുക്കൊരു മീനിൻ്റെ ഷേപ്പ് കിട്ടും. ഈ ഒരു മീനെ കിട്ടിയില്ലേ. മീനെ കിട്ടിയാ ഈ മീൻ കിട്ടുന്നുണ്ടോ നോക്കാം. മീൻ കിട്ടണമെന്നല്ല, ഇത് ഞാനൊരു നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിരുന്നതാണ്. ഈ വീഡിയോ എന്തായാലും കാണണം. മീനിൻ്റെ ഷേപ്പ് കിട്ടിയാൽ നമ്മൾ നോക്കണം. മീനിൻ്റെ ഷേപ്പ് കിട്ടിയില്ലേ. ഇനി മീനിൻ്റെ ഷേപ്പിൽ ഇത് മീനിൻ്റെ വായ എന്ന് വിചാരിക്കുക. ആ വായൻ്റെ ഭാഗം എടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇതൊന്ന് ഈ ഇപ്പോൾ പറഞ്ഞ സാധനം തന്നെ ഒന്നും കൂടി ചെയ്യാം. റൈറ്റ് ക്ലോക്ക്, അപ്പ് ക്ലോക്ക്, റൈറ്റ് ആൻറ്റി ക്ലോക്ക്, അപ്പ് ക്ലോക്ക്, റൈറ്റ് ക്ലോക്ക്, അപ്പ് 2 times,
റൈറ്റ് ആൻറ്റി ക്ലോക്ക്. പിന്നെ മീൻ കിട്ടും. അപ്പുറത്തെ സൈഡ് ഈ സൈഡ് പിടിക്കുക. എന്നിട്ട് ഒന്നുകൂടി ചെയ്യാം. റൈറ്റ് ക്ലോക്ക്. സോ ഫസ്റ്റ് ഈ കളർ ഫുള്ളായി. ഒരു കളർ ഫുള്ളായില്ലേ? ഓക്കെ. സോ ഇതിൽ നിന്ന് ഇനി ഇത്രയുമായി. ഇനി ഇതിൽ നിന്ന് നോക്കേണ്ടത് ഇതാ ഈ കളേഴ്സ് എല്ലാം ആയില്ലേ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതലായ കളർ എടുക്കുക. ഇതാ ഇതിങ്ങനെ ആക്കുമ്പോൾ ഇതാ ഈ ഓപ്പോസിറ്റ് ആയിട്ട് നടുക്ക് മാറ്റില്ലതാണ് ഏറ്റവും നല്ല ഫുള്ളായ കളറ്. ഇങ്ങനെയുള്ള കളർ എടുത്തിട്ട് കാര്യമില്ല. ഇത് മാച്ച് ചെയ്യപ്പല്ല. ഇങ്ങനെ വരുന്ന കളറാണ് നമ്മൾ എടുക്കേണ്ടത്. ഇങ്ങനെ വന്നില്ലെങ്കിൽ ഇങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വന്നില്ലെങ്കിൽ ഇങ്ങനെ എടുക്കുക. ഈ ഒരു ഏകദേശം ഫുള്ളായ കളർ എടുക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് പിടിക്കുക. ഓറഞ്ച്, ചോപ്പ്, ഓറഞ്ച്. പിന്നെ ഞാൻ പറയുന്ന ഫിഗർ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ? ഇതാ ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടിയില്ലേ? ഇനിയിലേക്ക് പോകണം. ഇതാ ഇതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കും. ഞാൻ പറയുന്ന പോലെ ചെയ്യണം കേട്ടോ. ഞാൻ പറയുന്ന പോലെ ചെയ്യണം. റൈറ്റ് ആൻറ്റി ക്ലോക്ക്, ഫേസ് ക്ലോക്ക്, റൈറ്റ് ആൻറ്റി ക്ലോക്ക്, ബാക്ക് 2 times, right clock, face anti clock, right anti clock, back 2 times, right clock, right clock. Okay, ഇതൊരു മനസ്സിലായില്ല എല്ലാവർക്കും? മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ അതുവരെ കിട്ടിയാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതും കൂടിയും കിട്ടും. ഫുള്ളായി, ഇത്രയുമായി. 1 കളേഴ്സ് ഓൺലി. ഇനി ചെയ്യേണ്ടത് റൈറ്റ് 2 times U R, up clock, right clock, up clock, right anti clock, up anti clock, right anti clock, up anti clock, right anti clock, up clock, right clock, right clock 2 times. സോ ഇവിടെ ഫുള്ളായിരിക്കുന്നു. സോ ഇത് ഫുള്ളാക്കി. നമ്മളെ ക്യൂബ് ഇവിടെ ഫുള്ളായി. സോ എല്ലാവരും ഈ വീഡിയോ കണ്ടിനെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസ് ലഭിക്കുവാനായി നോട്ടിഫിക്കേഷൻസ് ബെൽ ഐക്കൺ നിൽക്കുക. സോ താങ്ക് യു ഫോർ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നമുക്ക് നമ്മുടെ വീഡിയോ ആക്കി ആഷിഫിനെ കൊണ്ട് വിളിക്കാം. ഇപ്പോൾ നമ്മുടെ ആഷിഫാണ്, ഇവനാണ് ഈ വീഡിയോ ആക്കിയത്. ഇവന് എൻ്റെ വക നല്ല താങ്ക്സ് കൊടുക്കുകയാണ്. ഇനി നമുക്കൊരു പുതിയ ദിവസം പുതിയൊരു വീഡിയോ കാണുന്നത് വരെ